നമസ്കാരം. ഞാൻ ഡോക്ടർ അജിൻ രാജ്, ശാന്തിഗിരി ആയുർവേദ സിദ്ധവൈദ്യശാല കുളത്തൂരിലെ കൺസൾട്ടിംഗ് ഫിസിഷ്യനാണ്. നടുവേദനയും ആയുർവേദ പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നടുവേദന വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പണ്ടൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വന്നുകൊണ്ടിരുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ഈ നടുവേദന. പക്ഷേ അത് ഇന്ന് ഒരു 10 വയസ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് വരെ ധാരാളമായി കണ്ടുവരുന്ന ഒരു അസുഖത്തിലോട്ട് അത് മാറിയിരിക്കുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ നടുവേദന വന്നുകൊണ്ടിരുന്നത് അതവരുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ബോൺസിൻ്റെ ഡീജനറേഷൻ കൊണ്ടിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു 10 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് വരെ അത് സാധാരണയായി കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ നടുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഒരുപാട് വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് യാത്ര ചെയ്യുക, ട്രാവൽ ചെയ്യുക, ഒരു ഒബെസിറ്റി, ഒരുപാട് വണ്ണം ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ ഓവർ വെയ്റ്റ്, പിന്നെ നമ്മുടെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ നമ്മുടെ മുഖാമുഖം അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന് മുന്നിലായിട്ട് കമ്പ്യൂട്ടറിന് മുന്നിലായിട്ട് അഭിമുഖമായി ഇരുന്നു കൊണ്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, അപ്പോൾ അവർക്ക് അവരുടെ ശരിക്കും അതിന് മുന്നേ നേരെ നിവർന്നിരുന്ന് കൊണ്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ചില കണ്ടീഷൻസിലൊക്കെ കുറച്ചൊന്ന് മുന്നോട്ടൊന്ന് ബെൻഡ് ചെയ്തിരുന്നു കൊണ്ടിട്ട് അവരുടെ കുറച്ച് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ നടുവേദന പ്രശ്നം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കഴിവതും ഒരു 20-25 മിനിറ്റ്സൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് എഴുന്നേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നടന്നു വന്ന് വീണ്ടും നിങ്ങളുടെ ജോലി റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നടുവേദന പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ അതുപോലെ ഈ ഒരുപാട് വെയിറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരുപാട് വെയിറ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ നട്ടെല്ലിന് ചുറ്റുമുള്ള മസിൽസിന്, പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ നട്ടെല്ലിന് ചുറ്റുമുള്ള മസിൽസിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയും അതുമൂലം ചിലപ്പോൾ ഈ ടെൻഡൻസിനൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ 10 മടങ്ങ് വേദനയിലോട്ട്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 10 മടങ്ങ് വേദനയിലോട്ട് അത് കൊണ്ടെത്തിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സാധാരണ ക്ലിനിക്കിൽ വരുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്, നമ്മുടെ ഈ നടുവേദനയ്ക്ക് ബെൽറ്റ് ഇടുന്നത് പിന്നെ വളരെ സപ്പോർട്ടീവാണോ, വളരെ നല്ലതാണോ എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിനുള്ള ഒരു ഉത്തരമെന്നാണ് ശരിക്കും ഇത് പറയാനുള്ളത്. അതെന്ന് വെച്ചാൽ നടുവേദന പ്രശ്നം നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമുക്ക് വേണമെങ്കിൽ ബെൽറ്റ് ഇടാം. പക്ഷേ അതല്ലാതെ കഠിനമായ നടുവേദന പ്രശ്നമുള്ള ആൾക്കാർ ഒരു കാരണവശാലും ദിവസങ്ങളോളമുള്ള ബെൽറ്റ് ധരിക്കുന്നത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബെൽറ്റ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ആ ബെൽറ്റ് ഇരിക്കുന്നതിൻ്റെ ആ സറൗണ്ടിങ് ഏരിയയിലുള്ള മസിൽസിന് വീക്ക്നെസ് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാര്യം നമ്മളിപ്പോൾ ബെൽറ്റ് ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്ററിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നടത്തത്തിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ബെൽറ്റ് ഇരിക്കുന്നതിൻ്റെ സറൗണ്ടിങ് ഏരിയയിലുള്ള മസിൽസിന് വീക്ക്നെസ് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വീക്ക്നെസ് സംഭവിച്ചതിനെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി, പക്ഷേ അത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാത്തരം നടുവേദനയ്ക്കും നമുക്ക് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ സ്ട്രെങ്തനിങ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സാധനം നമുക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാം. പക്ഷേ അത് അവിടെയാണ് നമ്മൾ എന്താ പറയുക, സ്വയം ഫിസിഷ്യൻ ആകാണ്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർ കൺസൾട്ടിങ്ങിലൂടെ ആ രോഗിക്കും രോഗിയുടെ രോഗാവസ്ഥയും എന്താണെന്ന് മനസ്സിലാക്കി അനുയോജ്യമായ ചികിത്സ എടുക്കണം എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം അതാണ്. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ചികിത്സയിലോട്ട് വരുവാണെങ്കിൽ ആയുർവേദത്തിൽ ധാരാളം ഈ നടുവേദന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ധാരാളം ചികിത്സകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ ആദ്യം ചെയ്യാനുള്ള ഒരു ചികിത്സയാണ് വിരേചനം എന്ന് പറയുന്നത്. വിരേചനത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ദോഷങ്ങളെ പുറന്തള്ളുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അതിനുശേഷം ധാരാളം ഇപ്പോൾ നടുവേദന രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള
തൈലങ്ങൾ ഉപയോഗിച്ചുള്ള അഭ്യംഗവും അതുപോലെ തന്നെ കിഴികളും, ഈ ഇലക്കിഴി ആയിക്കോട്ടെ, നാരങ്ങക്കിഴി ആയിക്കോട്ടെ, ഞവരക്കിഴി ആയിക്കോട്ടെ, അതെല്ലാം രോഗിയുടെ അവസ്ഥയ്ക്കും പിന്നെ രോഗത്തിൻ്റെ അവസ്ഥയ്ക്കും അനുസൃതമായിട്ടുള്ള ചികിത്സകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വളരെ ഫലവത്തായ വേറൊരു ചികിത്സയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നടുവേദന പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നതാണ് നമ്മുടെ കടിവസ്തി പോലുള്ള ചികിത്സകൾ. അത് വളരെ 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 ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ. ഇപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദത്തിൽ നടുവേദന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത്. എപ്പോഴും കഴിവതും സ്വയം ഫിസിഷ്യനാകാതെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക.